പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ വെബ്സൈറ്റ് കുറച്ച് സീക്രട്ട് ആക്കി തന്നെ വെച്ചു. കാരണം ഇങ്ങനെ വന്ന പല വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്ത് വരുന്നുണ്ട്. സീക്രട്ട് വെബ്സൈറ്റ്സ് പാർട്ട് 5. ഇപ്രാവശ്യം ഒന്നല്ല, ഒരു 3 വെബ്സൈറ്റ് പറഞ്ഞുതരാം. വെബ്സൈറ്റ് നമ്പർ 1 pricehistory.app. ഏത് സാധനം ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ ഏത് വെബ്സൈറ്റിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പ് ആ ലിങ്ക് ഈ വെബ്സൈറ്റിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഹിസ്റ്ററി കാണാൻ പറ്റും. ഒരു 6 മാസം മുമ്പ് എത്ര ഉണ്ടായിരുന്നു, ഒരു 3 മാസം മുമ്പ് എത്ര ഉണ്ടായിരുന്നു, എപ്പോഴായിരുന്നു ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, എപ്പോഴായിരുന്നു ഏറ്റവും ഹയസ്റ്റ് പ്രൈസ്, ഇതെല്ലാം ആ സൈറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അത് അറിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്പോൾ മേടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രൈസിന്റെ പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് താഴാൻ സാധ്യത ഉണ്ടോ അതോ ഇനിയും കൂടാനാണോ സാധ്യത. അപ്പൊ അതനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഈ വെബ്സൈറ്റ് തന്നെ അത് സജസ്റ്റ് ചെയ്യും, ഇപ്പം മേടിക്കാം അല്ലെങ്കിൽ ഇപ്പൊ മേടിക്കേണ്ട എന്നുള്ളൊരു മീറ്ററും കൂടി അതിൽ കാണിക്കും. ഓൺലൈനായിട്ട് എന്ത് ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ലിങ്ക് ഈ വെബ്സൈറ്റിൽ ഇടുക, എന്നിട്ട് പ്രൈസ് ഹിസ്റ്ററി നോക്കുക. വെബ്സൈറ്റ് നമ്പർ 2 removepaywall.com. നമ്മൾ ചില സമയത്ത് ഓരോ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വായിക്കണമെങ്കിൽ ഈ വെബ്സൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ കാണിക്കൂലേ. സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഈ ആർട്ടിക്കിളുടെ കൂടുതൽ ഭാഗം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയില്ല. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ആർട്ടിക്കിൾ വായിച്ചാൽ മതിയാവും. അങ്ങനെയുള്ള സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ആ ലിങ്ക് കോപ്പി ചെയ്യുക, ഈ removepaywall.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇടുക. അപ്പോൾ അവരതിനെ ബൈപ്പാസ് ചെയ്യുക, നമുക്ക് ആ ആർട്ടിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. ഇത് മെയിൻ ആയിട്ട് എഫക്ട് ആവുക നമ്മൾ ഈ സ്റ്റോക്സിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ, ഈ ഫിനാൻസ് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാ സൈറ്റും ഇങ്ങനെയായിരിക്കും. അതിന്റെ കാതലായ ഭാഗം അവർ ലോക്ക് ചെയ്തിടും. അത് ഈ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്താലും ഒരു പേയ്മെന്റ് കൊടുത്താലും മാത്രമേ ബാക്കി വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവർ കാണിക്കും. ചിലപ്പോൾ നമുക്ക് ആ ഒരൊറ്റ സ്റ്റോക്കിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയോ. അങ്ങനെയാണെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്യുക, ആ ന്യൂസ് കോപ്പി ചെയ്യുക, ഈ വെബ്സൈറ്റിൽ കൊണ്ടിടുക, നമുക്ക് ആ ലേഖനം മൊത്തം വായിക്കാൻ പറ്റും. സോ ദാറ്റ് വാസ് വെബ്സൈറ്റ് നമ്പർ 2 removepaywall.com. നമുക്ക് ഈ ന്യൂസ് ലെറ്റേഴ്സ് ആർട്ടിക്കിൾസും ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ വായിക്കാൻ പറ്റും. ഇനി വെബ്സൈറ്റ് നമ്പർ 3 mindluster.com. ഇപ്പൊ കോഴ്സുകൾക്കൊക്കെ ഒടുക്കത്തെ റേറ്റ് ആണല്ലോ ഈ ഓൺലൈൻ കോഴ്സുകൾക്കൊക്കെ. നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് സൈനപ്പ് ചെയ്യുന്നതിന് മുമ്പേ ആ കോഴ്സ് ഈ വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. ഒരു 30,000 കോഴ്സ് ആയിട്ട് ഉണ്ട് ആ വെബ്സൈറ്റിന്റെ അകത്ത്. എനിക്ക് കണക്ക് തെറ്റിയാണോ എന്നറിയില്ല. ഒരുവിധം എല്ലാ കോഴ്സുകളുണ്ട്. ഇപ്പൊ എന്റെ ഡൊമൈൻ എടുക്കുന്ന സമയത്ത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ, വീഡിയോ എഡിറ്റിംഗിൽ, VFX ഇതിലൊക്കെ നല്ല നല്ല കോഴ്സുകൾ അതിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഈ വെബ്സൈറ്റിൽ അടിച്ചു നോക്കുക, ഉണ്ടെങ്കിൽ എളുപ്പമാവല്ലോ. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കോഴ്സ് ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും. പിന്നെ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഓഫ്ലൈൻ ആയിട്ട് നോക്കി പഠിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ വെബ്സൈറ്റ് കുറച്ച് സീക്രട്ട് ആക്കി തന്നെ വെച്ചു. കാരണം ഇങ്ങനെ വന്ന പല വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇതൊരെണ്ണം മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.